ഹലോ നമസ്കാരം. കാതോർക്കാമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോയിലേക്ക് പോകാം. മമ്മൂട്ടി ചിത്രത്തിന് ശേഷം സിനിമകളിലേക്ക് വിളിച്ചിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ച ഓഫർ വന്നില്ല. ഇശാനി കൃഷ്ണ എന്തെങ്കിലും ചെയ്യേണ്ട എന്ന തീരുമാനമുണ്ടായിരുന്നു. നല്ലതായതുകൊണ്ടാണ് ഈ സിനിമ തെരഞ്ഞെടുത്തത്. ജയറാം, കാളിദാസ് ജയറാം എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി ജി പ്രജിത്ത് സംവിധാനം ചെയ്യുന്ന ആശകൾ ഒരായിരം എന്ന സിനിമയുടെ പൂജ കഴിഞ്ഞ ദിവസമാണ് നടന്നിരുന്നത്. നടൻ കൃഷ്ണകുമാറിന്റെ മകളും ഇൻഫ്ലുവൻസറുമായ ഇശാനി കൃഷ്ണയാണ് കാളിദാസ് ജയറാമിന്റെ നായികയായി എത്തുന്നത്. നേരത്തെ മമ്മൂട്ടി ചിത്രം വണ്ണിൽ ഇശാനി അഭിനയിച്ചിരുന്നു. അതായിരുന്നു ഇശാനിയുടെ ആദ്യ ചിത്രം. വൺ എന്ന സിനിമയ്ക്ക് ശേഷം നീണ്ട ഇടവേള എടുത്താണ് ഇശാനി വീണ്ടും അഭിനയത്തിലേക്ക് എത്തുന്നത്. നല്ല ഓഫറുകൾ ലഭിക്കാതിരുന്നതിനാലാണ് ഇത്രയും നാൾ സിനിമ ചെയ്യാതിരുന്നതെന്ന് ഇശാനി പറഞ്ഞു. പൂജാ ചടങ്ങിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവെയായിരുന്നു പ്രതികരണം. കുറച്ച് ഓഫറുകൾ എനിക്ക് ആ സിനിമയ്ക്ക് ശേഷം വന്നിരുന്നു. പക്ഷേ അന്ന് ഞാൻ കോളേജിൽ പഠിക്കുകയായിരുന്നു. പഠിത്തം കഴിയാൻ വേണ്ടി കാത്തിരുന്നു. ഞാൻ വിചാരിച്ച നല്ല ഓഫറുകൾ വന്നില്ല, അതുകൊണ്ടാണ് എടുക്കാതിരുന്നത്. ഇപ്പോൾ നല്ലൊരു ഓഫർ വന്നപ്പോൾ ഞാൻ എടുത്തു. എന്തെങ്കിലും ചെയ്യേണ്ട എന്ന തീരുമാനമുണ്ടായിരുന്നു. നല്ലതായതുകൊണ്ടാണ് ഈ സിനിമ തെരഞ്ഞെടുത്തത്, ഇശാനി കൃഷ്ണ പറഞ്ഞു. അതേസമയം 2018 എന്ന ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ജൂഡ് ആന്റണി ജോസഫ് തിരക്കഥയൊരുക്കുന്ന സിനിമയാണിത്. ചിത്രത്തിന്റെ ക്രിയേറ്റീവ് ഡയറക്ടറും ജൂഡ് ആന്റണി തന്നെയാണ്. ജൂഡിനൊപ്പം അരവിന്ദ് രാജേന്ദ്രനും സിനിമയുടെ തിരക്കഥയിൽ പങ്കാളിയാണ്. ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലനാണ് സിനിമ നിർമ്മിക്കുന്നത്. തുടരും എന്ന സിനിമയ്ക്കായി ക്യാമറ ചലിപ്പിച്ച ഷാജി കുമാറാണ് ഈ സിനിമയുടെ ഛായാഗ്രഹണം. ജയറാമും മകൻ കാളിദാസ് ജയറാമും 22 വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമയാണിത്. ആശാ ശരത്തും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. ഷഫീഖ് വി ബി എഡിറ്റിംഗ് നിർവഹിക്കുന്ന സിനിമയുടെ സംഗീതം കൈകാര്യം ചെയ്യുന്നത് സനൽ ദേവ് ആണ്.